മണിക്ക് തുടങ്ങും പോവാൻ. കോഴിയുടെ ആവശ്യമില്ല. പാറൂന് ആ വാഴപ്പിണ്ടിയൊക്കെ കൊടുത്തപ്പോൾ ആദ്യം കുറെ ആൾക്കാരൊക്കെ കളിയാക്കി. ആ വാഴപ്പിണ്ടിയൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കളിയാക്കി. ഇപ്പൊ പറഞ്ഞ ആൾക്കാരൊക്കെ വാഴപ്പിണ്ടി കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വാഴപ്പിണ്ടിയൊക്കെ വേണ്ടി കൊടുക്കുന്നുണ്ട്. നല്ല കാര്യമോ? ആദ്യം കളിയാക്കും, അത് കഴിഞ്ഞ് പിന്നെ മറ്റേ കുറ്റപ്പെടുത്തും, അത് കഴിഞ്ഞിട്ട് അംഗീകരിക്കുള്ളൂ. അപ്പൊ എല്ലാവരും ചെയ്താൽ നന്നായിരിക്കും. വാഴപ്പിണ്ടി അങ്ങോട്ട് കാണുമ്പോ ആളുടെ ഒരു മുഖത്തിന്റെ മാറ്റം നോക്കിക്കൊണ്ടു കാണുമ്പോ തോന്നും മൊത്തം അവിടെ തിന്നും. അത് രണ്ട് കയറി തിന്നും, എന്നിട്ട് ബാക്കി പുഷ്പാവും കളയും. കണ്ടിരിക്കുന്നു. മണ്ടന്മാരെ എനിക്ക് പുല്ല് കെട്ടിയിട്ട് വന്നു തിന്നു. ഒരു പരിപാടി അപ്പം ആൾക്ക് നിപ്പൊന്നും കറക്റ്റായിട്ട് കിട്ടണില്ല. ഇത് റംസാൻ്റെ അല്ല കേട്ടോ, ഇത് അതിനേക്കാളും കൂടിയിട്ടുള്ള സാധനമാണ്. ആൾക്ക് നല്ല സുഖമായിട്ട് നിൽക്കുകയും കിടക്കുന്നത് കാര്യമില്ല. നേരം പറഞ്ഞുമ്പോൾ ഈ എനിക്ക് വയറിളകി വിട്ടേക്ക് 5 മണിക്ക് തുടങ്ങും പോവാൻ. അവിടെ കോഴിയുടെ ആവശ്യമില്ല. ഉറങ്ങുന്നില്ല
11:30 കിടന്നു. ഒമ്പത് മണിയാകുമ്പോൾ കിടന്നുറങ്ങും. എന്നിട്ട് നമ്മൾ 5 മണിയാകുമ്പോൾ തൊട്ടിട്ട് കൂവൽ തുടങ്ങും ശല്യപ്പെടുത്താൻ. എണീറ്റ് വന്ന വരെ പോകും. പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. പിന്നെ ഞാൻ പേടിച്ച് ചവിട്ടി എല്ലാം ഒടിക്കുന്നു പറഞ്ഞില്ലേ. ഞാൻ പിന്നെ അങ്ങനെ ദേഷ്യപ്പെടാറില്ല. ഇന്ന് കുറേ ദേഷ്യപ്പെട്ടു. ആൾക്കൊക്കെ ഭയങ്കര മൂകത നിൽക്കണമൊക്കെ അത് എൻ്റെ മിണ്ടില്ലേ. ഉച്ച വരെ മിണ്ടില്ലേ. ഉച്ച കഴിയുമ്പോൾ നല്ല കണ്ടു തുടങ്ങും. നമ്മളൊന്നും മിണ്ടല്ലെങ്കിൽ പിന്നെ സൗണ്ട് കൂടി കൂടി വരും. എൻ്റെ വലിയ മുതലാളി തുണി കണ്ടാണ് കൊടുക്കും. അതിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് സുഖമായിട്ട് കിടക്കേ കിടക്കി മറിയേ. ഉണ്ടില്ലേ വഴക്ക വഴക്കാണോ? ഉണ്ടില്ല. വലിയ ചെമ്പ് വെച്ചിട്ട് ഞാനങ്ങോട്ട് പോയതാ. പൂക്കളോട്ടാ പോലെയാ തിന്നത്.
ഇല്ല വന്ന പോയി ഒന്നുമില്ല തല കുളിക്കാൻ അറിയോ അറിയോ കണ്ടേ ഒരു തല കുളിക്കാൻ എങ്ങനെ കുളിക്കുക ശരിക്കും കുളിക്കേ മൂടില്ല അല്ലേ മൂടില്ല ഇങ്ങനെ നമുക്ക് ഇവിടെ വണ്ടിയിൽ ഇറക്കി കൊണ്ടുതരാനുള്ള പരിപാടി നമ്മൾ പോയി സ്വന്തമായിട്ട് വെട്ടു നമുക്ക് വണ്ടിയുണ്ട് നമ്മൾ പോയി എടുത്തിട്ടുണ്ട് അന്ന് വെട്ടുന്ന തീറ്റകളാണ് നമ്മൾ കൂടുതൽ കൊടുക്കണം അന്ന് വെട്ടണ കൊടുക്കുമ്പോൾ ആനകൾക്ക് നല്ലതായിരിക്കും ചെക്കനെ എവിടെയോ വെട്ടി വെച്ചിട്ടുണ്ട് പോയി നോക്കാം ഇന്ന് വാഴപ്പെട്ടിയല്ല കേട്ടോ അന്ന് പുല്ല ഈ പറമ്പിലൊക്കെ നമ്മൾ വാഴ നോക്കാം പറമ്പിലൊക്കെ വാഴ ആവുമ്പോൾ നമ്മൾ വെട്ടിയിട്ട് വിളിച്ച് പറയും ഇവിടെ 5 വാഴ വെട്ടിയിട്ട് നല്ല റോബസ്റ്റ കായൊക്കെ ഇടണം ആ കായയുടെ വാഴയൊക്കെ നമുക്കുള്ളൂ ഈ പറമ്പ് ഇതാ ഇതുപോലെ വെട്ടിയിട്ടില്ലോ നമ്മളധികം ജൈവവളം നാടൻ കൃഷിക്കാരുണ്ട് നാടൻ വാഴകൾ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരാണ് നമുക്ക് വാഴ തരുന്നത് അതൊക്കെ നമ്മൾ നോക്കിയിട്ട് തന്നെ വിട്ടുപോകും നമ്മളധികം അതിന് നേന്ത്രക്കായയുടെ വാഴ അങ്ങനെയല്ലല്ലോ കൊടുക്കണേ നമ്മളധികം റോബസ്റ്റ് പാളയം കൂടെ അത് വീടുകളിൽ നിന്നൊക്കെ വെട്ടണതാണ് അല്ലാതെ ഈ തോട്ടങ്ങളിലൊന്നും പോയിട്ട് അങ്ങനെ ഒരു പരിധി വിട്ട് കൊടുക്കാൻ പറ്റില്ല രാവിലെ ഈ വഴിയൊക്കെ നടന്നു വന്നു ഞാൻ പറഞ്ഞു ഞാൻ ബൈക്കുമ്പോൾ ഉണ്ടാക്കാന്ന് ചേട്ടാ ആനയുടെ കാര്യങ്ങൾ നോക്കിക്കോ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ ഇതാ കുറച്ച് ദൂരം വഴി എത്ര പോകുന്നു പുല്ലിപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഇടും കുടുങ്ങിയില്ല ഈശ്വര ഇതെത്തില്ല ഒരാൾ ചേട്ടാ എനിക്ക് പോയി വണ്ടി അങ്ങോട്ട് എത്തൂല ആ സൈഡിൽ കൂടെ എങ്ങനെ ഇട്ടാ വണ്ടി അങ്ങോട്ട് എടുക്കാൻ പറ്റില്ലേ അവിടേക്ക് ഞാൻ മുണ്ട് മടക്കി കൂട്ടണ്ടേ അവിടെ എത്ര കെട്ടുണ്ട്
എന്റെ അമ്മേ. കൂടി അങ്ങോട്ട് പോയാലോ? എന്ത് കയറാം, പക്ഷെ ഇവിടെ അങ്ങനെ ചാടും. നീ ചാടണ്ട, പല്ല് പോവേ. നിന്റെ കാലെത്തൂല. ഇതെവിടെ പോയി? പറഞ്ഞിട്ട് കൊടുക്കാം. ആ റെഡി കേട്ടെ. ആ വിടും. അളവ് കൂടി ഒന്നുമില്ല. പറ്റണില്ലേ? വഴി തെറ്റി ഇതിലെ ഇനിണ്ടാ അവിടെ കഴിഞ്ഞു. ഇനി ഇതല്ലേ ഉള്ളൂ. ആ ഞാൻ ചാലിലേക്ക് ഇറങ്ങിയാലോ? ഇത്ര ടൈക്കിന് ഒറ്റയടിക്ക് പിടിക്കാൻ പറ്റുമോ? തിരിച്ച് നോക്കട്ടെ. ഇങ്ങോട്ട് തിരിച്ചു. അങ്ങനെയല്ല, ഇങ്ങനെ തിരിച്ചു. ചാടാനാ? എന്തെങ്കിലും ചെയ്യാം. പല്ലില്ലാണ്ട് നടക്കേണ്ടി വരും 26-ാമത്തെ വയസ്സില്. പല്ലിന് വലിയ ആവശ്യമില്ല. ആ നീ ചെറിയ സമയം കൊണ്ട് നീ ഇത്രയും വെട്ടി വെച്ചൂലേ? കൊച്ചു കള്ളൻ പോയടാ. ഞാൻ താഴെ ഉള്ളൂ. 4 ഉണ്ടെങ്കിൽ ഒരെണ്ണോട് പിടിക്കാറുന്നു. നമ്മളിത്രയും കഷ്ടപ്പെട്ട് ചുമന്ന് അവിടെ കൊണ്ട് കൊടുത്തു കഴിയുമ്പോണ്ട് ആ തല മാത്രം ഒരു കടി അടിച്ചിട്ട് ബാക്കിത്തെ ഒറ്റവെള്ളായിരിക്കും. വാഴപ്പണ്ടി ഇതാ പണി എടുക്കണ്ടല്ലോ. ഇങ്ങനെ എടുക്കുക, ഒറ്റ കുത്ത്. ആ പരിപാടി കഴിഞ്ഞു. ഇത് പിടിക്കണം, ഒടിക്കണം, ചവിട്ടണം, വലിക്കണം. ആ മൊത്തം അടക്കടാന്നാ. അല്ല അത് മൊത്തം അടക്കാൻ പറയും ഒന്നിച്ചേ. എനിക്ക് മനസ്സിലായി പ്രതികാരം തീർക്കുന്നു. ആ ഞാൻ രാവിലെ ചീത്ത പറഞ്ഞാൽ നീ എന്നെ എനിക്ക് പ്രതികാരം തീർക്കും. എനിക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ അങ്ങനെയൊന്നല്ല, അങ്ങനെ തന്നെയാണ്. ഒരു വണ്ടി അവിടെ നിന്ന് വേഗം വരുന്നുണ്ട്. എന്ത് വണ്ടി വരണേ? അവിടെ
മണ്ടന്മാര് എനിക്ക് എഴുതി കളയാൻ പുല്ല് കൊണ്ടുവന്നല്ലോ എന്നുള്ളൊരു സാധനം. ആൾക്ക് പുല്ലിനോടും വലിയ താല്പര്യമില്ലേ, ആൾക്ക് വാഴപ്പിണ്ടി കിട്ടിയില്ലെങ്കിൽ കിട്ടണവരെ നോക്കിയിട്ട് പട്ടിട്ടോട് നോക്കിയേ. പുള്ളിക്ക് വേണ്ട, പുള്ളിക്ക് ഇങ്ങനെ എന്ത്. പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ വാഴപ്പിണ്ടി മാത്രം കൊടുത്താൽ വാഴപ്പിണ്ടിയിൽ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഴപ്പിണ്ടിയിൽ അങ്ങനെ പ്രത്യേകിച്ച് കണ്ടന്റുകളെന്ന് പറയാനായിട്ട് ഒന്നുമില്ല. പിന്നെ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ശരീരത്തിൽ നല്ല വെള്ളം കയറും, അതുപോലെ തന്നെ പിന്നെ വയറ് നിറയും. പിന്നെ അതിന് ബദലായിട്ട് ഈ വാഴപ്പിണ്ടിയിൽ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് അതിന് വേണ്ട സപ്ലിമെന്റുകൾ സാധനങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് വേറെ സെപ്പറേറ്റ്. അപ്പം ആനകളുടെ ശരീരം നിവരും എല്ലാ സ്ഥലങ്ങളിലേക്കും. വാഴപ്പിണ്ടി ഒരു സ്ഥിരമായിട്ടൊന്നും അങ്ങനെ കണ്ടമാനം കൊടുക്കാൻ പറ്റുന്നില്ല, എന്നാലും ഒരു പരിധി വരെയൊക്കെ നമുക്ക്. പിന്നെ പനിയാവുമ്പോൾ ഭയങ്കര കട്ടിയല്ലേ അത്. ഇപ്പോഴത്തെ ചെറിയ ആനക്കുട്ടികൾക്കൊക്കെ കൊടുക്കണ പോലെ ഇച്ചിരി പ്രായമുള്ള ആനകൾക്കൊന്നും പല്ലിനൊക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ആ സമയത്തൊക്കെ നമ്മൾ വാഴപ്പിണ്ടി ആയിരിക്കും കുറച്ചും കൂടി നല്ലത് കൊടുക്കാൻ. കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു, ചേട്ടാ വാഴപ്പിണ്ടി കണ്ടമാനം കൊടുത്താൽ പ്രശ്നമല്ലേ എന്നൊക്കെ ചോദിച്ചു. പ്രശ്നം എന്ന് പറയാനായിട്ട് ഇതുവരെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. ഇരണ്ടക്കെട്ട് ഉണ്ടാവില്ല. ഇരണ്ടക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരണ്ട പുറത്തേക്ക് പോകാണ്ടിരിക്കണ്ടേ, അത് ചെറിയ പീസാക്കി വെട്ടിയിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ വണ്ടിയിലാവുമ്പോഴേ ഭയങ്കര ഇങ്ങനെ സൗണ്ട് കിടിപിടി സൗണ്ടൊക്കെ അല്ലേ. ഞാനൊരു മൈക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയണത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കേൾക്കാനും മറ്റുള്ള സൗണ്ടുകളൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് 29 തീയതി വരും. കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിനെയൊക്കെ കുറിച്ചിട്ട് നമുക്ക് ഒരു കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ഈ പറയണത് കേട്ടിട്ടെങ്കിലും കുറച്ച് ആൾക്കാർക്കൊക്കെ ഒരു ഇത് തോന്നുകയാണെങ്കിലോ. പിന്നെ ഞാൻ പാറുവിന് ആ വാഴപ്പിണ്ടിയൊക്കെ കൊടുത്തപ്പോൾ ആദ്യം കുറേ ആൾക്കാരൊക്കെ കളിയാക്കി, ആ വാഴപ്പിണ്ടിയൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കളിയാക്കി. ഇപ്പൊ പറഞ്ഞ ആൾക്കാരൊക്കെ വാഴപ്പിണ്ടി കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വാഴപ്പിണ്ടിയൊക്കെ വെട്ടി കൊടുക്കുന്നുണ്ട്. നല്ല കാര്യവും. ആദ്യം കളിയാക്കും, അത് കഴിഞ്ഞ് പിന്നെ മറ്റേ കുറ്റപ്പെടുത്തും, അത് കഴിഞ്ഞിട്ട് അംഗീകരിക്കുള്ളൂ. അപ്പൊ എല്ലാവരും ചെയ്താൽ നന്നായിരിക്കും. വാഴപ്പിണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വാഴപ്പിണ്ടി കൊടുത്താൽ നാളെ പുല്ല് കൊടുക്കുക, മറ്റന്നാൾ ഒരു ദിവസം പട്ട കൊടുക്കാം, പിന്നെ പ്ലാവിൻ്റെ കൊമ്പ് കൊടുക്കാം, ആലിൻ്റെ കൊമ്പ് കൊടുക്കാം, പിന്നെ മറ്റേ ശരിക്കും മറ്റേ ആഞ്ഞിലിയുടെ തൊലിയൊക്കെ കൊടുക്കാം. പക്ഷെ അതൊക്കെ ഒന്നും പണിയണ ആനകൾക്കൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ആനകൾക്കൊന്നും ശരിക്കും അത് കടിച്ച് ചവച്ച് തിന്നാൻ നല്ലതാണ്. അതുമാതിരി തന്നെ കരിമ്പന കൊടുക്കും. പാലക്കാട് ഉള്ള ആനക്കാരൊക്കെ കരിമ്പന കൊടുക്കും. ഇപ്പൊ ആർക്കും ഒന്നിനും മെനക്കെടാൻ നേരില്ല, സമയമില്ല. ഏറ്റവും വലിയ പ്രശ്നം ഫോണാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫോൺ ആവശ്യത്തിന് എൻ്റെ ആൾക്കാർ വിളിക്കും, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം വിളിക്കും. അത് കഴിഞ്ഞാൽ ശരി കട്ട് ചെയ്യും. നമുക്ക് നമ്മുടെ പണിയില്ല, വേറെ സമയം പോകാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ചെന്ന് പുല്ല് കാണുമ്പോൾ നോക്കിക്കോട്ടോ, ആളുടെ ഒരു കണ്ണക്കാരൻ തുറക്കും. ചിലപ്പോൾ കാണിച്ചു തരാട്ടാ എത്താറായിട്ട്. നോക്കിക്കോട്ടെ, ആ പുല്ല് അങ്ങോട്ട് കാണുമ്പോൾ ആളുടെ ഒരു മുഖത്തിന്റെ മാറ്റം നോക്കിക്കോട്ടെ. കാണുമ്പോൾ തോന്നും മൊത്തം അങ്ങോട്ട് തിന്നും. അത് രണ്ട് ഇത് തിന്നും, എന്നിട്ട് ബാക്കി പുഷ്കാവും കളയും. ഇവിടെ അല്ലെങ്കിലും നിർത്തി ഇവിടെ നിന്ന് പണിയൊക്കെ മണ്ണ് വരെ പോയി കേട്ടോ. പുല്ല് കാണുന്നേ കണ്ടാ, കണ്ടിരിക്കും നോക്ക്. ആ ഉണ്ടാ അല്ല, ഈ മണ്ടന്മാരെ എനിക്ക് പുല്ല് കെട്ടിയിട്ട് വന്നു വീണ്ടും. തരാണ്ട് പോവാണോ അവര്? ശരാ പുല്ലുള്ളോ?
നോട്ടോ കണ്ണിരിക്കുന്നു ആണാ ആ കിട്ടാൻ കൊള്ളാല്ലേ ഞങ്ങളുടെ മുതലാളിയുടെ അടുത്ത് തല്ലുകൂടി കഴിഞ്ഞാൽ പരപാര വിട്ട് പോയില്ല കേട്ടോ എന്റെ മുതലാളിയാണ് ചേട്ടാ വിടണോ മുതലാളി പിന്നെ ഇതെന്തിന്റെ കാലം മുട്ടിയേ എങ്ങനെ മുട്ടി എവിടെ കുട്ടിയാണ് നോക്കട്ടെ മുറിവ് കണ്ട തലയിറങ്ങി വീഴോ എവിടെ കാണാനില്ലോ ഇതാ ഇതിനെ കെട്ടിയേക്കണേ ഇത് കെട്ടൊന്നും വേണ്ട ദൈവമേ എവിടെ മുറിവ് നോക്കട്ടെ സൂം ചെയ്ത് നോക്കട്ടെ ഇതൊന്നും കുഴപ്പമില്ല കേട്ടോ ചോറുണ്ടാ ഇവരൊന്ന് കറി ചിക്കനാ എന്നാ ഞാൻ എൻ്റെ വീട്ടിൽ ചോറിനിട്ട് എടാ നിൽക്കാം ഒന്നും ചോറിനാ കൊണ്ടുപോടാ ചിക്കൻ പറഞ്ഞിട്ട് ഒരു ചോറില്ലേ കൺസരി തിന്നില്ലേ ഞാൻ ഒന്നും തിന്നിട്ടില്ല എത്തുന്നോട്ടാ ഇനി 15 മിനിറ്റ് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിട്ടാ എന്തിനാ അവിടെ ചെയ്യുന്നത് വാ ചായ വിളിച്ചിട്ട് വരാം ആ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് മനയാണോ അല്ല ഇത് അമ്പലമാണോ നോക്കാം അമ്പലമല്ല കേട്ടോ അതൊരു വീടാണ് കാണുമ്പോൾ ആർക്കായാലും ആഗ്രഹപ്പെട്ട് പോകും നല്ല വീടല്ല ഒരു ചള്ള വീട് അമ്പലം എവിടെയാണ് ഇവിടെയാണ് ആനകളൊക്കെ പൂരത്തിനാണ് ഇങ്ങനെയൊക്കെ നല്ല പോകുന്നത് ഇപ്പോൾ ഇവിടെ 10 ദിവസമല്ല നവരാത്രിയുടെ 10 ദിവസത്തെ പരിപാടി ഉണ്ട് ഡെയിലി നാടകമൊക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസം മറ്റേ എന്താ കൃഷ്ണനാട്ടം എന്ന് പറഞ്ഞൊരു പരിപാടി നടന്നു കൃഷ്ണനാട്ടം എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാ ഇവിടെ വന്നിട്ട് പറയാ കഥകളി അടിപൊളിയായിരുന്നു അടിയാടെ പറഞ്ഞു കഥകളിയുള്ള കൃഷ്ണനാട്ടാന്ന് പറഞ്ഞു എന്തായാലും വേണ്ടിയില്ല നിനക്കെന്തെങ്കിലും മനസ്സിലായോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ നോട്ടീസിൽ ആ ഒരു നോട്ടീസ് കൊടുക്കും അത് നോക്കിയിരിക്കുകയായിരുന്നു പക്ഷെ രാത്രി 12 മണി 1 മണി വരെ അവിടെ അത് പോയിരിക്കും ആ സുന്ദരനായുണ്ട് എല്ലാവരും പോയി ഈ പ്ലാഗൻ എന്താണ് കട്ട കൊണ്ടുകൊടുത്തിട്ട് പോകണേ നമുക്ക് അങ്ങനെ സഹായിക്കാൻ പറ്റിയ ഒരാളാണ് ഇല്ല പ്ലാങ്ക സന്ദീപനെ സഹായിക്കാൻ കൊല്ലായിരുന്നു